എന്താ മോണ്ടിസോറി? മോണ്ടിസോറി എന്നത് പിശാചിനെ ആരാധിച്ചിരുന്ന ഒരു പെണ്ണിൻ്റെ പേര് മോണ്ടിസോറി. അതാണ് ഇപ്പോൾ പള്ളി കമ്മിറ്റി മദ്രസ കമ്മിറ്റി നടത്തുന്നത് മോണ്ടിസോറി. പൈശാചിക ആരാധന നടത്തിയിരുന്ന ഒരു സ്ത്രീയുടെ പേരാണ് മോണ്ടിസോറി. അവരാണ് ആ വിദ്യാഭ്യാസത്തിൻ്റെ ക്രമം കൊണ്ടുവന്നത്. എന്തേ? പിശാചിന് ആവശ്യമുള്ള കുട്ടികളെ വടക്കാക്കലാണ്. കുട്ടികൾക്കൊരു പ്രായം വരെ ഒന്നും പഠിപ്പിക്കരുത്. അവർക്ക് വീട്, മുറ്റം, തൊടുക, അങ്ങ മനസ്സിലായില്ലേ? ഉപ്പാൻ്റെ ഒപ്പം നടക്കുക, ഉമ്മാൻ്റെ ഒപ്പം നടക്കുക. അതിന് അവർ ലോകത്തെ സ്വീകരിക്കും. അവർ സ്വതന്ത്രരായിരിക്കും. യൂറോപ്പ് മനുഷ്യനെ നശിപ്പിച്ചു. അത് ഈ വിഡ്ഢികൾക്ക് ഞങ്ങളെ നശിപ്പിച്ചു എന്ന് പോലും മനസ്സിലാവും. എന്തിനാണോ ഡോക്ടറാകാൻ പഠിക്കുന്ന ആൾ മാത്സ് പഠിക്കേണ്ട ആവശ്യം? അവൻ എന്താ പഠിക്കുന്നത്? ഡോക്ടർക്ക് എന്തിനാണ് മാത്സ് പഠിക്കുന്നത്? ജീവിതത്തിൽ ഒരിക്കൽ പോലും മാത്സ് ആവശ്യമില്ലാത്ത ഈ ഡോക്ടർ 8ലും 9ലും 10ലും ഈ കൂട്ടിയാലും കിഴിച്ചാലും ഒരർത്ഥം കിട്ടാത്ത ഈ മാത്സ് പഠിക്കേണ്ട ആവശ്യം എന്താണ് ഡോക്ടർക്ക്? അയാൾക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ലും 11ലും 12ലും ഡിഗ്രി ക്ലാസ്സിലും പഠിച്ച ഈ മാത്സ് ജീവിതത്തിൽ ഒരിക്കലും എടുക്കേണ്ടി വന്നിട്ടില്ല. ഈ പാവത്തിൻ്റെ തല എന്തിന് ഈ വിദ്യാഭ്യാസം എടുക്കാക്കി? നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ പറയാല്ല. നിങ്ങളെ ബുദ്ധി നിങ്ങൾ ഏതെങ്കിലും യൂറോപ്പിൻ്റെ ഓഫീസിൽ പണയം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നില്ല. നിങ്ങളെപ്പോലത്തെ ഒരു വിഡ്ഢികളോട് പറയേണ്ടി വന്നുള്ളതാണ് എൻ്റെ ദുരന്തം. എന്തിനാണ് അയാൾ പഠിച്ചത്? എന്തിനാണ്? ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ മാത്സ് ഉണ്ടാക്കി പകരുന്നില്ല. എത്ര സമയം അയാൾ കാണും, എത്ര അധ്വാനം അയാൾ കാണും. എന്തിനാണ് പഠിച്ചത്? കൂട്ടാൻ പഠിക്കണം. കാരണം നിങ്ങൾ വല്ല പൈസയും കൊടുത്താൽ അത് കൂട്ടണമല്ലോ. പറയണോ? കുറക്കാൻ പഠിക്കണം. പിന്നെ ഗുണിക്കാനും പഠിക്കണം, അരിക്കാനും പഠിക്കണം, ശതമാനവും പഠിക്കണം. ബസ് ഇങ്ങനെ പറഞ്ഞു. വേറെ എന്താ പഠിക്കുന്ന ദിവസം? ഇനി എന്താ പഠിക്കണം? 4ാം ക്ലാസ്സിന് ശേഷം കുട്ടികൾക്ക് ചോദിക്കാം, എൻ്റെ ഉദ്ദേശം എന്താ? എൻ്റെ ഉദ്ദേശം ഡോക്ടറാണ്. എന്നാൽ ഈ അടുത്ത ക്ലാസ്സിൽ മാത്സ് ഇല്ല. എന്നാൽ ഇങ്ങോട്ട് വയ്ക്കും. എന്നാലൊരു 10-12ാം ക്ലാസ്, ഇപ്പോഴത്തെ MBBS 12ാം ക്ലാസ് കൊടുക്കാം. ഇത് മനുഷ്യനെ നശിപ്പിക്കണം. അത് പറയാൻ പോലും ഒരു അവകാശമില്ല. ഈ വിഡ്ഢിത്തരം നമ്മൾ പേറേണ്ടി വരികയാണ്. നമ്മളെ കുട്ടികളെ ഈ വിഡ്ഢിത്തരം പഠിപ്പിക്കാൻ നിർബന്ധിതരാക്കുകയാണ്. ഒരായുസ് നമ്മൾ നശിപ്പിച്ചു. ഇന്ന് MBBS പഠിക്കേണ്ട കാര്യങ്ങൾ ഒരു MBBS പഠിക്കുന്ന കുട്ടിക്ക് +2 കൊടുക്കാൻ കഴിയും. നമുക്ക് ഈ അനാവശ്യമായ കാര്യങ്ങൾ ഒഴിവാക്കിയാൽ ഈ വ്യക്തിക്ക് ഇനി ആയുസിന് ഇത് ഉപകരിക്കുന്നേയില്ല. എന്തിനാണ് പഠിപ്പിച്ചു? പറയേ, നിങ്ങൾ എന്തിനു പഠിപ്പിച്ചത്? എന്തിന്? എഞ്ചിനീയർ ആകാൻ പോകുന്ന ഒരാൾ കുട്ടിക്ക് ബയോളജി പഠിപ്പിച്ചെന്തിനാ? ആയുസിലൊരിക്കലും ആവശ്യമില്ല. പിന്നെ അത്യാവശ്യം ഉള്ള വിവരങ്ങൾ ബയോളജി പഠിച്ചില്ലും കിട്ടും. മനസ്സിലായില്ല? ഒരു കുട്ടിക്ക് വന്ന് പനിയാണെങ്കിൽ പനിക്ക് ഏത് ഡോക്ടറെ കാണിക്കണം, ഇതൊക്കെ തന്നെയല്ലേ ഇപ്പോൾ അറിയേണ്ടത്. അതിനിപ്പോൾ ബയോളജി പഠിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നടത്തുന്നുണ്ടല്ലോ. അത് നമ്മൾ പഴയ കാലത്ത് ബയോളജി ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മ ഉണ്ടായിട്ടാണോ നമ്മൾ ചെയ്യുന്നത്? അല്ല, അതിൻ്റെ ആവശ്യമില്ല. നീ സ്വമേധയാ ഒരാൾ പിൽക്കാലത്ത് ബയോളജിയെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിനോട് ഇഷ്ടംപോലെ വഴിയുണ്ടല്ലോ. അത്യാവശ്യം ശരീരശാസ്ത്രത്തെക്കുറിച്ച് 4ാം ക്ലാസ് ആയപ്പോഴേക്കും പഠിപ്പിച്ചു. 5 മുതൽ ആ കുട്ടിക്ക് എഞ്ചിനീയർ ആകാൻ പോകുന്ന കുട്ടിക്ക് മാത്സ് പഠിപ്പിച്ചാൽ മതി. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലായില്ല? അപ്പൊ എന്താ ഇവരെ ലക്ഷ്യം? ലക്ഷ്യം എന്താ? മനുഷ്യന്റെ മനസ്സിനെ നശിപ്പിക്കുക. മനുഷ്യൻ നശിപ്പിക്കുക. ആ കുട്ടീനെ പിന്നെ ഒന്നും പറ്റാതെ നോക്കും. ഒരു കുട്ടിയെ PhD എന്ന വാക്കിനി അടുത്ത ദിവസം ഒരാൾ എനിക്കൊരു വ്യാഖ്യാനം പറഞ്ഞു. PhD എന്ന് പറഞ്ഞാൽ പെർമനൻ്റ്ലി ഹെഡ് ഡൈമേജ്ഡ്. PhD പെർമനൻ്റ് ആയിട്ട് തലപടക്കായി പോയി. ഏറ്റവും വലിയ വിദ്യാഭ്യാസമാണ് ഒരു വിഷയത്തിൽ PhD ചെയ്യുക. PhD എന്ന വാക്കിനി അടുത്ത ദിവസം ഒരാൾ എനിക്ക് ഒരു വ്യാഖ്യാനം പറഞ്ഞു. നമസ്കാരെ, PhD എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എന്താണെന്നറിയോ? ഇല്ല, കേട്ടോ. PhD എന്ന് പറഞ്ഞാൽ പെർമനൻ്റ്ലി ഹെഡ് ഡാമേജ്ഡ്. പെർമനൻ്റ് ആയിട്ടും അവൻ്റെ ബുദ്ധി ഇവിടെക്കായി പോയി. ഇനി ഒരിക്കലും അപ്പോൾ ഒരാൾ ഡോക്ടറേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ തലവിടക്കായി അതിൻ്റെ അർത്ഥം. വിദ്യാഭ്യാസമുള്ള ഒരു ലോകത്തിൽ കണ്ടുപിടിച്ച് നടത്തിയില്ല. വിദ്യാഭ്യാസം ഇല്ലാത്ത നടത്തിയില്ല. ഒരു LD ക്ലാർക്കാണ്. ആരെന്നറിയും? ആര്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ഒരു ഓഫീസിലെ ക്ലർക്കാണ്. അയാളാണ് ആറ്റമിക് എനർജി വിഭജിക്കാമെന്ന് ലോകത്തിന് കൊടുത്തത്. ഒരു ക്ലർക്ക്, ഒരു ഓഫീസിലെ ക്ലർക്ക്.
സാധാരണ ഓഫീസിലെ ക്ലർക്കാണ്. ആര്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ചിന്തിക്ക്, മനുഷ്യൻ തല കൊടുത്ത് ചിന്തിക്കുന്നതില്ല. ഇന്ന് നമ്മളെ കുട്ടികൾക്ക് അത് ഇപ്പോൾ ഉദാഹരണം പറയാം. ഒരു കുട്ടിയെ നമ്മൾ 5 വയസ്സ് വരെ കുട്ടിക്കൊന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പം നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു വിദ്യാഭ്യാസമാണ് മോണ്ടിസോറി. മോണ്ടിസോറിയേക്കാൾ ബടക്കണ്ട. എന്താ ഈ മോണ്ടിസോറി? മോണ്ടിസോറി എന്നത് പിശാചിനെ ആരാധിച്ചിരുന്ന ഒരു പെണ്ണിൻ്റെ പേരാണ് മോണ്ടിസോറി. അതാണ് ഇപ്പോൾ പള്ളി കമ്മിറ്റി, മദ്രസ കമ്മിറ്റി നടത്തുന്നത് മോണ്ടിസോറി. പൈശാചിക ആരാധന നടത്തിയിരുന്ന ഒരു സ്ത്രീയുടെ പേരാണ് മോണ്ടിസോറി. അവരാണ് ആ വിദ്യാഭ്യാസത്തിൻ്റെ ക്രമം കൊണ്ടുവന്നത്. എന്തേ? പിശാചിന് ആവശ്യമുള്ള കുട്ടികളെ വടക്കാക്കലാണ്. കുട്ടികൾക്കൊരു പ്രായം വരെ ഒന്നും പഠിപ്പിക്കരുത്. അവർക്ക് വീട്, മുറ്റം, തൊടുക, മനസ്സിലായില്ലേ? ഉപ്പാൻ്റെ ഒപ്പം നടക്കുക, ഉമ്മാൻ്റെ ഒപ്പം നടക്കുക. അതിൽ നിന്ന് അവർ ലോകത്തെ സ്വീകരിക്കും. അവർ സ്വതന്ത്രരായി. അന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പറയടൂ, നിന്റെ കുട്ടിയെ നീ വല്ലതും പഠിപ്പിച്ചിട്ടാണോ കുട്ടി ജനിച്ച കുട്ടിക്ക് മുമ്പ് പഠിപ്പിക്കണ്ടോ? 1 വയസ്സാകുമ്പോൾ കുട്ടി പറഞ്ഞല്ലോ അപ്പം തരും ഇതൊക്കെ കുട്ടി പഠിപ്പിച്ചാണോ? നിങ്ങളിവിടെ ക്ലാസ്സിൽ കേൾക്കാൻ വന്നതോ അതല്ല വെറുതെ അന്തം വിട്ടിരിക്കാൻ വന്നതോ? നിങ്ങൾ പറയടോ, നിങ്ങൾ എന്താ ചിന്തിക്കത്ത്? മനുഷ്യനെ നശിപ്പിച്ചു, യൂറോപ്പ് നശിപ്പിച്ചു. എന്താ യൂറോപ്പിൻ്റെ ലക്ഷ്യം? മനുഷ്യനെ നിരീശ്വരവാദിയാക്കണം. മനുഷ്യൻ പ്രകൃതിയെ സ്വീകരിച്ചാൽ തികച്ചും ദൈവവിശ്വാസിയായിരിക്കും. മനുഷ്യന് അത് യൂറോപ്പിൻ്റെ സ്വഭാവമാണ്. ഇപ്പം ഇന്ത്യയിലും ഇതിന് ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറയില്ല. ഇന്നത്തെ വിദ്യാഭ്യാസം ഭൗതിക വിദ്യാഭ്യാസമല്ല, യൂറോപ്യൻ വിദ്യാഭ്യാസമാണ്. ഭൗതിക വിദ്യാഭ്യാസം ലോകത്ത് യൂറോപ്പിന് മുമ്പ് എത്ര ഉണ്ടായിരുന്നു? അവരെന്ത് നിരീശ്വരവാദം പ്രചരിപ്പിച്ചത്? ഇപ്പം ഇൻഡസ് വാലിയിൽ ലോകത്തെ 4000 കണക്കായ വർഷങ്ങളായി, 4000-ഓളം വർഷങ്ങൾക്ക് ഇൻഡസ് വാലിയിൽ പൂത്തുവിരിഞ്ഞ വിജ്ഞാനങ്ങളുണ്ട്. അതിനാണ് ഇന്ത്യൻ വിദ്യാഭ്യാസം. ഈ ഇന്ത്യൻ മഹർഷിമാർ, വലിയ യോഗികൾ, അവരൊക്കെ ലോകത്ത് കൊടുത്ത വിദ്യാഭ്യാസമാണ് വളരെ വലിയ വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യർക്ക് നേടാനായത് ഈശ്വരവിശ്വാസം. മനസ്സിലാവേണ്ട പറഞ്ഞത്, ഈശ്വരൻ എന്ന ഒരു ശക്തിയെ അവർ മനസ്സിലാക്കിയിട്ടേ ഉണ്ട്. പിന്നെ അത് ഏത് ഈശ്വരൻ, എന്ത് ഈശ്വരൻ എന്ന വിഷയത്തിലേ തർക്കമുള്ളൂ. എന്തുണ്ട് അവർക്ക് എന്തിൽ വിശ്വാസമുണ്ട്? ഇപ്പൊ ഇൻഡസ് വാലിയിൽ 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇൻഡസ് വാലിയിൽ വന്ന് ലോകത്തിന് വെളിച്ചം കെട്ടിയ ഒരുപാട് വിജ്ഞാനങ്ങളുണ്ട്. പല വിജ്ഞാനങ്ങളും. അതിൽ മെഡിക്കൽ സയൻസ് ഉണ്ട്, ആയുർവേദം. ആ ആയുർവേദത്തെ, ആ ഇൻഡസ് വാലിയെ പിന്നീട് യൂറോപ്പ് നശിപ്പിക്കുക ചെയ്ത്. ഈ ഇൻഡസ് വാലിയിൽ പൂത്തുവന്ന ഈ വിജ്ഞാനത്തോട് കിടപിടിക്കാവുന്ന ഒരു മെഡിക്കൽ സയൻസ് ലോകത്തെ ഉണ്ടായത്. അതിനെ നശിപ്പിക്കാൻ വേണ്ടി യൂറോപ്പ് അലോപ്പതിയെ കൊണ്ടുവന്നു എന്നല്ലാതെ. അവരാ കർമ്മം ചെയ്യുന്നതിന് മുമ്പ് ഈശ്വരത്തെ ധ്യാനിച്ചതിന് ശേഷം മാത്രമാണ് ആ കർമ്മം ചെയ്യുക. ഈശ്വരനെ ആര് എന്ത് എന്നുള്ളത് ഈ ആളുകൾ 4 ആൾ പത്തിരിക്കുന്ന മനസ്സിലെത്തി ഒരു മേശക്കപ്പുറത്ത് ഇരുന്നാൽ തീർന്ന വിഷയമാണിത്. ആരാണ് ഈശ്വരൻ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി. അത് അവർ ഈശ്വരൻ എന്നൊരു മഹാശക്തി ഇതിൻ്റെ പിന്നിലുണ്ട്. മനസ്സിലായില്ലേ? സർവഗുണസമ്പന്നനായ ഒരു മഹാശക്തി ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന കാര്യത്തിൽ ഇറാനിലെ മഹർഷിമാർക്കും ഇൻഡസ് വാലിയിലെ മഹർഷിമാർക്കും അതേപോലെ തന്നെ എല്ലാവർക്കും, ലോകത്തെ എല്ലാവർക്കും, ചൈനക്കാർക്കും എല്ലാവർക്കും, ജാപ്പനീസിനും അറബികൾക്കും പേർഷ്യക്കാർക്കും എല്ലാവർക്കും വളരെ കൃത്യമായി ഉണ്ടായിരുന്നു എന്ത്? സർവഗുണസമ്പന്നനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ സ്വഭാവ വിശേഷണ ഗുണങ്ങളെക്കുറിച്ച് അവർ വ്യത്യസ്തമായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ദൈവം എന്നൊരു ശക്തി ഉണ്ട് എന്ന കാര്യത്തിൽ ഈ ഒരു ഏരിയയിൽ, ഈ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് തർക്കമില്ല. അവർ കൊണ്ടുവന്ന വിജ്ഞാനത്തോട് കിടപിടിച്ച് മനുഷ്യർക്ക് ഉപകാരം ചെയ്തൊരു വിജ്ഞാനം മാനവ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടുണ്ട്. യൂറോപ്പ് കൊണ്ടുവന്നതിന് മുഴുവനും സൈഡ് എഫക്ട്സ് ഉണ്ട്. എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാവും ഇതിന്. ഇൻഡസ് വാലിയിലോ മറ്റോ ഇറാനിലോ ഇറാഖിലോ പേർഷ്യയിലോ മറ്റ് രാജ്യങ്ങളിലോ ഒക്കെ രൂപപ്പെട്ടു വന്ന ആദിമ വിദ്യാഭ്യാസങ്ങൾക്ക് അതാണ് ആധുനിക വിദ്യാഭ്യാസം, അതാണ് ഭൗതിക വിദ്യാഭ്യാസം. ഇത് യൂറോപ്യനൈസേഷനാണ്. അതിൻ്റെ അടിത്തറ തന്നെ നിരീശ്വരവാദത്തിലേക്ക് ജനങ്ങൾ എത്തിക്കാന്നുള്ളതാണ്. ഇപ്പോൾ 5 വയസ്സ് വരെ കുട്ടിയെ ഒന്നും ചെയ്യില്ല. ഇതിന് പഠിപ്പിക്കേണ്ട ആവശ്യം കുട്ടിക്ക് പഠിക്കാണ്ട്. ഒരു പക്ഷേ 5 വയസ്സിന് ശേഷം 25 വയസ്സ് വരെ കുട്ടി പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ 1 വയസ്സ് മുതൽ 0 വയസ്സ് മുതൽ 1 വയസ്സ് വരെ കുട്ടി പഠിക്കും. 0 വയസ്സ് മുതൽ 3 വയസ്സ് വരെ പിന്നെ കുട്ടി പഠിക്കും. പിന്നെ 5 വയസ്സ് വരെ. അതാണ് പഠനം. മനസ്സിലല്ലേ? അതിൽ കുട്ടി ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞ ഒരു ലോകം. മനസ്സിലായില്ലേ? നല്ലൊരു ഉമ്മയും ബാപ്പയും ദീനുള്ള ഉമ്മയുണ്ടെങ്കിൽ, പെണ്ണുണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് ജയിക്കാനാകും. ഇതിൻ്റെ അർത്ഥം എന്താ?
ദീനുള്ള പെണ്ണാണെങ്കിൽ നിന്റെ കുടുംബത്തിന് ജയിക്കാനാകും. എന്താ പറഞ്ഞ വാക്കിന്റെ അർത്ഥം? കുട്ടികൾക്ക് ദീനുണ്ടാവും. പഠിപ്പിക്കേണ്ട മോനെ, സ്വമേധയാ കുട്ടി ഉമ്മയിൽ നിന്ന് പഠിക്കും. എപ്പോൾ പോലും പഠിക്കും. നിങ്ങൾ മോണ്ടിസറി അല്ല, എപ്പോൾ പഠിക്കും. അതാണ് പഠനം. സ്വതന്ത്രമായി പഠിക്കും. എപ്പോൾ പഠിക്കും? ഗർഭത്തിൽ നിന്ന് പഠിക്കും. ഗർഭത്തിൽ ഈ ഉമ്മ പറയുന്നതിൽ പോലും ഒരു ഫലം ആരിലെത്തും? ഈ കുട്ടിയിലെത്തും. പ്രസവിച്ച ആ സെക്കൻഡ് മുതൽ പഠിക്കും. അതിന്റെ മുമ്പ് പഠിക്കും. ഒരു 5 വയസ്സാകുമ്പോഴത്തിന് എല്ലാ കുട്ടിക്കറിയും. ഇനി ഓരോന്നിനും എഴുതി കാണിക്കേണ്ട ആവശ്യമില്ല. അതേ കുട്ടി അഭിമുഖീകരിക്കേണ്ടതുള്ളൂ. മനസ്സിലാണ്ട് പറഞ്ഞത്? ഹംബർഗർ എന്ന വാക്ക് പഠിക്കേണ്ട ആവശ്യം കേരളക്കാരനായ കുട്ടിക്കില്ല. മദ്യം പോളിയും എന്ന് പഠിക്കേണ്ട ആവശ്യം സ്കോട്ട്ലൻഡിന്റെ കുട്ടിക്കില്ല. മനസ്സിലായില്ല? ഹംബർഗർ എന്ന് പഠിക്കേണ്ട ആവശ്യം കേരളക്കാരനായ കുട്ടിക്കില്ല. എന്തുകൊണ്ട്? ഇത് കേരളീയ ഭക്ഷണമല്ല. അത് കേരളത്തിലെ ആരോഗ്യദായകമായ ഭക്ഷണമല്ല ഹംബർഗർ. അത് കുട്ടിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അത് ഉമ്മേന്ന് കേൾക്കൂല. സ്കോട്ട്ലൻഡിലെ ഒരു അമ്മയിൽ നിന്നൊരു കുട്ടി ഇറച്ചിയും പൂളിന്ന് കേൾക്കൂല, മത്തിയും പൂളിന്നും. മനസ്സിലായോ? കേൾക്കൂല. അതിന് എന്റെ കേൾക്കുള്ളൂ. ഹംബർഗർ, ഹോട്ട് ഡോഗ് അതൊക്കെ കേൾക്കുള്ളൂ. അതിനാവശ്യമുള്ളൂ. ആവശ്യമുള്ളതൊക്കെ പഠിക്കും. മനുഷ്യനെ അഭിമുഖീകരിക്കുന്നതാണല്ലോ മനുഷ്യൻ പഠി. അതാണ് വിദ്യാഭ്യാസവും. നിങ്ങൾ എന്താണ് സർക്കാർ ഇതിന് മറുപടി പറയുന്നത്? നമ്മളെ ഈ കുട്ടികളെ ആവശ്യമില്ലാത്ത മാത്സ് പഠിപ്പിച്ചു. മനസ്സിലായി പറഞ്ഞ 8, 9, 10 പഠിക്കുന്ന തല പുണ്ണാകുന്ന മാത്സ് എന്തിന് സർക്കാർ നിങ്ങൾ ഈ കുട്ടി പഠിപ്പിച്ചു? 11, 12 തല പുണ്ണായി വീണു. പിന്നെ ഈ കുട്ടി MBBSന് പോവാം. പിന്നെ ഈ കുട്ടി കപ്പ്യാരാകാൻ പോവുക. പിന്നെ പള്ളിയിലെച്ചാകാൻ പോവുക. ഈ മോസിലാരാകാൻ പോവുക. അല്ലെങ്കിൽ ഈ കുട്ടി രാഷ്ട്രീയ നേതാവാകാൻ പോവുക. ഈ രാഷ്ട്രീയ നേതാവാകാൻ പോകുന്ന ഇവന് ഇതെന്തിനു പഠിപ്പിച്ചു? പിന്നെ ആയുസിൽ ഒരിക്കൽ പോലും ഈ പുസ്തകത്തിന് ഒരു താള് നോക്കേണ്ട ബാധ്യത ഈ കുട്ടിക്ക്? പറയടോ, ഈ എഫേർട്ട് എന്തിന് കളഞ്ഞു? എന്താണ് ഇതിന് മറുപടി? അപ്പൊ എന്താ ആവശ്യം? ഇത് കുറച്ച് തല ഡാമേജ് ആയ ആളുകൾ വന്നിട്ടുണ്ട്. അവർ ഈ കുട്ടികളെ തലയൊക്കെ കയറ്റിയതാണ് ഈ PhD-ക്കാര്. ഞാൻ പറഞ്ഞില്ലേ, PhD എന്ന് പറഞ്ഞാൽ പെർമനന്റ്ലി ഹെഡ് ഡാമേജ്. പെർമനന്റ് ആയി അവന്റെ തല ഡാമേജ് ആയി പോയി. അതാണ് PhD. പെർമനന്റ് തല ഒന്നാവില്ല. ഇത് ലോകത്തെ നശിപ്പിക്കാൻ വേണ്ടി ഈ കുട്ടിയെ അങ്ങോട്ട് ഒരു സൊസൈറ്റിക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഒരു സൊസൈറ്റിയിൽ അകപ്പെട്ട ഒരാൾക്ക് അത് തിരിച്ചറിയാൻ പലപ്പോഴും കഴിയില്ല. ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് 2 ആഴ്ചകൾക്ക് മുമ്പ്, സമന്വയ വിദ്യാഭ്യാസം തുടങ്ങിയവർക്ക് തെറ്റാണ് സംഭവിച്ചത്. അവർ നല്ല ആളുകളായിരുന്നു. പക്ഷെ ആ അവസ്ഥയിൽ അവർക്കത് തിരിച്ചെടുക്കാൻ കഴിയില്ല. നിങ്ങളിപ്പോൾ കുറേ ആളുകളെ പേര് പറഞ്ഞ് എന്നെ പേടിപ്പിക്കും. അത് മറ്റേ മുസ്ലിയാരല്ലേ, മറ്റേ തങ്ങളല്ലേ. ആയിക്കോട്ടോ, അവർ പഠിച്ചോനല്ലല്ലോ. ഒരു നബിയുണ്ട്. നബി അല്ലാത്ത ഒരാൾക്ക് തെറ്റ് പറ്റിയെന്ന് അറിയില്ല. എന്ത് പ്രശ്നമുണ്ട്? നിങ്ങൾ ഏത് ഔലിയപ്പാപ്പയാണ് പറഞ്ഞ് തെറ്റ് പറ്റൂല എന്ന് പറഞ്ഞ വാദായിരിക്കാം. ഇപ്പോൾ നമ്മൾ ചില ആളുകൾ പറഞ്ഞു വെച്ചാണ് എന്ത് ഇന്ന മറ്റേ വലിയ ഔലിയാണ് മൂപ്പർക്ക് തെറ്റ് പറ്റൂല. എവിടുന്നടങ്ങളൊക്കെ വരുന്നത്? ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജിലാനിക്ക് തെറ്റുപറ്റാൽ ആകാശം ഒളിഞ്ഞിടും. ഫീകുല്ലി ഖൗലിൻ മഖ്ബൂലുൻ വ മർദൂദ്. തെറ്റ് പറ്റിയെന്ന് വാദിക്കല്ല ഞാൻ. നമ്മൾ ഈ സമന്വയ വിദ്യാഭ്യാസം 1980-കളിൽ അനുവദിച്ച് നമ്മളെ നാട്ടിൽ തുടങ്ങിയ ആളുകൾക്ക് സംഭവിച്ചത് ഭീമമായ തെറ്റാണ്. എന്തുകൊണ്ട്? എല്ലാ വശങ്ങളെയും പഠിപ്പിച്ചതിന് ശേഷം അല്ലാതെ ഈ വിജ്ഞാനത്തിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അത് കുട്ടികളെ തലവെടുക്കും. പ്രതിരോധിക്കാൻ അവർക്ക് കഴിയില്ല. എന്തുകൊണ്ട്? അവരെ വിജ്ഞാനം പറയാം. നീ ഒന്നും പഠിച്ചിട്ടില്ല, നിനക്ക് അല്ലാണ്ടെന്നറിയും. ഞാൻ PhD പഠിച്ചു, പക്ഷെ അള്ളാഹ് ഒരു വിശ്വാസമുണ്ട്. ഞാനൊരു വിഷയത്തിൽ PhD നേടിയ ആളാണ്. നിനക്കൊരു വിവരമില്ല, എനിക്ക് അള്ളാഹ് വിശ്വാസം. ഞാൻ PhD പഠിച്ചാണ്, എനിക്ക് അള്ളാഹ് വിശ്വാസം. 2 വ്യത്യാസം ഉണ്ടാവും. എന്ത് വ്യത്യാസം? പറയാ എന്താ വ്യത്യാസം? വ്യത്യാസമുണ്ട്. നിനക്ക് അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസമായിരിക്കും. എനിക്ക് ഞാൻ പൂർത്തിയായി പോകണം. ഒന്നിരിക്കൽ പുതപ്പിൻ്റെ ഉള്ളിൽ ഉറങ്ങണം, പുറത്തേ ഇറങ്ങരുത്. രാത്രി പുറത്തിറങ്ങിയ സമയത്ത് അവൻ വാഴത്തോട്ടത്തിൽ ഒരാൾ ഒളിഞ്ഞും തൊളിഞ്ഞും നോക്കുന്നത് കണ്ടു. അപ്പോൾ അകത്തേക്ക് പറഞ്ഞു. പിന്നെ
ഡൗട്ടായി. ആ ഡൗട്ട് മരണം വരെ പിന്തുടർന്നു. എന്ത് രാത്രിയായ ഇവിടെ ആരോ വരുന്നുണ്ട്, ശൈത്താനെ, അങ്ങനെ ഇവരേത്ത് ഇതാണ് കള്ളന്. ശൈത്താനാണെങ്കിലും കള്ളനാണ്, കള്ളനാണെങ്കിലും ശൈത്താനാണ്, ഇവരേത്താണെങ്കിലും ശൈത്താനാണ്. അപ്പോൾ പുറത്തിറങ്ങിയ എനിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒരു ഓപ്ഷൻ എന്നെ നശിപ്പിക്കും, ആ നശിപ്പിക്കൽ മരണം വരെ നശിപ്പിക്കും. ഇല്ലെങ്കിൽ ഞാൻ വാഴത്തോട്ടം വരെ പോകണം. അപ്പോൾ എനിക്ക് കള്ളനുണ്ടെന്ന് മനസ്സിലാകാം. സത്യത്തിൽ ഒന്നിരിക്കൽ അപ്പോൾ കള്ളനാണ്, അതേതൊരു എലുമ്പം കള്ളനാണ്, എന്നെ തന്നെ പേടിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത്, അങ്ങനെ മനസ്സിലാക്കാം. അല്ലെങ്കിൽ അപ്പുറത്ത് പാടത്ത് നിന്ന് വരുന്ന ഇളം കാറ്റിൽ ഈ വാഴയുടെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റിലാടുന്നത് ദൂരെ നിന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് എന്ത്, കള്ളൻ തിരിഞ്ഞും പറഞ്ഞു നോക്കുന്നുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ മനസ്സിലായി എന്ത്, ഒരു കള്ളനുമില്ല. അപ്പൊ നിനക്ക് 2 ഓപ്ഷനിൽ വിശ്വാസം ഉണ്ടാവും. ഒന്നില്ല ഇലാഹൗലായി വലാ ഇലാഹൗലായി. ഇതാണ് ഇപ്പോൾ ലോകത്തിന് പറ്റിയത്. തിരിഞ്ഞിട്ടില്ല, ഈ ഒന്നും പഠിച്ചില്ല, നിനക്ക് അള്ളാഹുവിൽ അച്ഛൻ്റെ വിശ്വാസമുണ്ട്. ഞാൻ പൂർത്തിയാക്കി പഠിച്ചു, എന്നാലും വിശ്വാസം ഉണ്ടാവും. ഞാൻ പൂർത്തിയാക്കി പഠിച്ചില്ല, അപ്പോൾ പിന്നെ ഞാൻ നാശമായല്ലോ. ഇയാളല്ലാണ്ട് തിരിഞ്ഞിട്ടില്ല. തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ തലാട്ടിയാൽ മതി. മറ്റേ ഷോക്കേസിൽ മറ്റേ ബൊമ്മ അങ്ങനെ ആക്കുമ്പോൾ ആക്കണ്ട, അന്തണ്ടെങ്കിൽ മാത്രം നോക്കാൻ മതി. ഒരിക്കലും ഒരു നിസ്സാരമായിട്ട് പറയുന്നത്. ഒരാളെ പറ്റി ഒരാൾ ഇന്നലെ എന്നോട് പറഞ്ഞു, നിസ്കാരം നിർത്തി. എന്തേ നിരീശ്വരവാദിയ, ജലദോഷം ഉണ്ടായി മാറി എന്നൊക്കെ പറയുമ്പോഴാണ് എന്ത്, നിസ്കാരം നിർത്തിയേ, എന്ത് നിസ്കാരം നിർത്തിയേ, നിരീശ്വരവാദിയ. അതൊക്കെ സാധാരണ സംഭവമായി. ഇതൊരു നിരീശ്വരവാദിയാകുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ഒരാൾക്ക് ഈശ്വര വിശ്വാസം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭൂമിയിലെ 100 കോടി ജനങ്ങളിലൊക്കെ അങ്ങനെ ഒരാളുണ്ടാവുക. അങ്ങനത്തെ ഒക്കെ കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അത്ഭുതമാണ്. എന്നതൊരു അത്ഭുതേ അല്ല. എന്തുകൊണ്ട്? നമുക്ക് തന്നെ ശക്കുണ്ട്. ഇതാണ് കാരണം. എനിക്ക് തിരിഞ്ഞിട്ടില്ല. എന്നോട് ഒരാൾ അല്ലല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മുന്നിൽ, ഇപ്പം ഞാനും തമ്മിൽ ഞാൻ പഠിച്ചു, പക്ഷെ എന്തായില്ല, പൂർത്തിയാക്കി പഠിച്ചില്ല. എൻ്റെ മുന്നിൽ ഒരാൾ അല്ലല്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വികാരം എനിക്ക് തോന്നില്ല. നമ്മളെ കാത്തിരിച്ചിട്ടെ. അതേസമയത്ത് എന്നോടൊരാൾ നീ പഠിച്ചിട്ടില്ല, ഞാൻ സങ്കല്പിക്കുക 2 ആൾ, ഈ ഒരു പഠിച്ചിട്ടില്ല, ഞാൻ ഈ ഇടനടുവിൽ പഠിച്ചു ചെയ്തു. എന്നോടൊരാൾ അല്ലല്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായിട്ട് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ട്? ഞാൻ പഠിച്ചിട്ടുള്ള പല മഹാന്മാരും അല്ലല്ല എന്ന് പറഞ്ഞവരാണ്. ഞാൻ മഹാനെന്ന് വിചാരിക്കുന്ന കുറേ വിഡ്ഢികൾ, പൈത്തർഗോറസിനെ പോലെയോ അല്ലെങ്കിൽ അതുപോലത്തെ ഒന്നും ദൈവവിശ്വാസമില്ല, അവരാണ് എൻ്റെ തമ്പുരാക്കന്മാർ. അപ്പൊ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മറ്റൊക്കെ എങ്ങനെ ദൈവവിശ്വാസം ഇല്ലാത്ത ഒരുപാട് ആളുകളെ മഹാന്മാരായി എണ്ണിപ്പോരുന്നുണ്ട്. അപ്പൊ ദൈവമില്ലാതെ എനിക്കൊരു വിചാരം തോന്നില്ല. എന്നോട് എനിക്ക് ഒരു വിവരമില്ല. ആ സമയത്ത് ഒരാൾ അല്ലല്ല എന്ന് പറഞ്ഞാൽ അജിന് പടി കൂട്ടിക്കും. അല്ലല്ല, അല്ല ഉണ്ടോ ഞങ്ങൾക്ക് കാണിച്ചു. അതല്ലേ നല്ലത്? അതല്ലേ അവളപ്പോൾ നല്ലത്? നിനക്കൊരു വിവരമില്ല, പക്ഷെ നിനക്ക് എന്തുണ്ട്? 10 കൊല്ലം 15 കൊല്ലം പഠിച്ചവനേക്കാൾ ബോധമുണ്ട് നിനക്ക്. ഇനി ഞാൻ പൂർത്തിയായി പഠിച്ചാലും എൻ്റെ എവിടെ എത്തുള്ളൂ? തിരിഞ്ഞിട്ടില്ല. ഞാൻ പൂർത്തിയായി പഠിച്ച് വായക്കുണ്ടയിലെത്തി. എന്നാലും ഇപ്പം എന്താ ഉള്ളത്? ഒന്നുമില്ല. ഈ പുതപ്പിനുള്ളിൽ കിടക്കണ എൻ്റെ മനസ്സിലെന്താ ഉള്ളത്? എൻ്റെ പരിസരത്ത് ജയിത്താനും കള്ളനും ആരും വരൂല. ഇവിടെ ഒന്നും ആരുമില്ല, ജുറങ്ങാണ്. വായക്കുണ്ടയിൽ എത്തിയപ്പോഴും എനിക്കത് മനസ്സിലായി. അപ്പോഴത്തേക്ക് ഞാൻ 25 കൊല്ലം നശിപ്പിച്ചു. അപ്പോഴാണ് മനസ്സിലായത്. ഇടയിലുള്ളവനോ? ഞാൻ ഇടയിലാണ്, ഷക്കായി. ഒരു വിജ്ഞാനത്തെ ഖുർആൻ വിശ്വസിക്കണില്ല, വസ്വാസിനെ നിഷേധിക്കണത്. റബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസ്. വസ്വാസ് എന്താ? വസ്വാസ് എന്താണ്? വസ്വാസ് എന്നാൽ എന്താ? വസ് എന്ന സാധനത്തിന് പുതിയ ആളെ കിട്ടാത്തതുകൊണ്ട് സ്വന്തം ആവർത്തിച്ചു. അതാണ് വസ്വാസ്. വസ് പ്ലസ് വസ്. തിരിഞ്ഞില്ല. വസ്സിന് വേറെ ഒരു അക്ഷരത്തെ കിട്ടിയാത്തത് കൊണ്ട് വസ് പിന്നെയും വസ് തന്നെ. ഇതന്നെയാണല്ലോ വസ്വാസ്. ഞാൻ പിന്നെ കൈ കഴിക്കോ? അപ്പോൾ ഒന്നുകൂടി കഴിക്കോ, പിന്നെ ഒന്നുകൂടി കഴിക്കി, പിന്നെ കഴിക്കി, പിന്നെ തടവിൽ നമുക്ക് പോകില്ല, അതിന് നേരം കിട്ടുന്നില്ല. തന്നെ വസ് 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 വാസ്. വസ് വാസ്. കുളിച്ചോ? ശരിയായോ? പിന്നെ വെള്ളം പറഞ്ഞു. വേറെ ആളെ കിട്ടിയില്ല. വസ് പ്ലസ് വസ്. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുണ്ടോ കുട്ടികളെ? നിങ്ങളുടെ ചിന്തിക്ക്. ഒരു വിജ്ഞാനം എന്താണെങ്കിലും പഠിക്കാൻ പോകണം. പഠിച്ചോട്ടെ. പറഞ്ഞത് മനസ്സിലാവും. ചിന്തിക്ക്. അപ്പുറത്ത് വേലിയുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിലും, വേലി പൊളിക്കാൻ ആടിന് കഴിയുന്ന ഉറപ്പുണ്ടെങ്കിലും നമ്മൾ ആടിനെ വിടുമല്ലോ, ഒരു പ്രശ്നമില്ലല്ലോ. അതുപോലെ
അതിന് പരിധി ഉണ്ട് എന്നറിയാം. ഒരാൾ പഠിക്കാൻ പോയാൽ നമ്മൾ ശരിക്കും അവസാനം വരെ പഠിച്ചാൽ അവർക്ക് വിവരം കിട്ടും. ഒരു വിവരം പഠിക്കാനേ പോയില്ല, പഠിച്ചോനുണ്ട്. ഒരാൾ പഠിച്ച് പൂർത്തിയാക്കി, പഠിച്ചോനുണ്ട്. ഇതിനിടയിൽ വസുവാസ് ഇടയിൽ. ഇടനടുവിലാകരുത്, ഒന്നൊരിക്കൽ പോകരുത്, അല്ലെങ്കിൽ പൂർത്തിയാക്കണം. എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? ചിന്തിക്ക്. ബാപ്പാന്റെ ഒപ്പം അങ്ങാടി പോകാം, പൊരയിൽ ഇരിക്കുകയും ചെയ്യാം. പൊരയിൽ ഇരിക്കുന്ന കുട്ടിക്ക് ബാപ്പാന്റെ കൈ പിടിക്കണമെന്നില്ല. അതേസമയത്ത് പൂരത്തിന് പോകുന്ന കുട്ടിക്കോ പറയടൂ, ഒരു പോയിന്റിൽ ബാപ്പാടെ കൈ വിട്ട കുട്ടി പോയി. അപ്പോൾ ബാപ്പാന്റെ കുട്ടി കൈ ഉറപ്പില്ലാത്ത കുട്ടിക്ക് നല്ല എന്താ പൊരയിക്ക, പൊരിന്ന് പുറത്തിറങ്ങിയാലോ തിരിച്ചെത്തുന്നവരെ ബാപ്പാന്റെ കൈ അവലംബിക്കണം. ഇല്ലെങ്കിലോ നഷ്ടപ്പെട്ടു. എനിക്കൊരാളെ അറിയാം, അയാളും അതിൻ്റെ അമ്മയുമായി തർക്കിച്ചു കുട്ടിക്കാലത്ത്. എന്തോ കാര്യത്തിന് അമ്മ ഓടിച്ചപ്പോൾ അമ്മാനോട് ദേഷ്യപ്പെട്ടു. അപ്പോൾ പിന്നെ എന്തായിന്നറിയോ, പിന്നെ റെയിൽവേയുടെ തൊട്ടടുത്തിരുന്ന് വീട്, ട്രെയിനിൽ കയറി അമ്മയെ പറ്റിക്കാൻ വേണ്ടി ട്രെയിന് പോയി. പിന്നെ എവിടെയോ എത്തി. അന്ന് 3 വയസ്സാണ്. പിന്നെ തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല. അത്ര മരിച്ചു. ഞാൻ അയാളെ ഓർത്ത് എത്രയോ കരഞ്ഞു പോയിട്ടുണ്ട്. അയാളും കരഞ്ഞാൻ കണ്ടിട്ടുണ്ട്. തിരിച്ചു പോകാനൊക്കെ കഴിയില്ല. കാരണം എവിടുന്നാണ് എവിടെയായിരുന്നു തൻ്റെ വീട് നീ കുട്ടിക്ക് അറിയില്ല. പിന്നെ ഏതോ സംഘത്തിൽ ചേർന്നു. പിന്നെ ആ സംഘക്കാർ കൊണ്ടുപോയി മരിച്ചു. 10-75 വയസ്സായി മരിച്ചു. നിങ്ങളത് ആലോചിക്കേണ്ട ഒരു ദുരന്തം ഭയങ്കര. ഞാൻ എത്രയോ ആലോചിക്കുന്നൊരു കാര്യമാണ്. ഇയാൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അയാൾ മരിച്ചു. അയാളുടെ ഭാര്യ ഞാൻ അറിയും. ആ വൃദ്ധ സ്ത്രീ പലപ്പോഴും വേദന പറയാറുണ്ട്. സത്യത്തിൽ അയാൾ നാട് വിട്ടു വന്നത് കൊണ്ടാണ് ഈ പെണ്ണിനെ അയാളെ ഭർത്താവായി കിട്ടിയത്. നല്ല മനുഷ്യനായിരുന്നു, മരിച്ചുപോയി. 4 ഈ സ്ത്രീ കരയും. അമ്മേൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല. കാരണം എവിടെയാണ് വീടെന്ന് അറിയൂല. ഇതാണ് വിഷയം. ഇതന്നെ നിരീശ്വരവാദം. ഒന്നിരിക്കലേ വീട്ടിൽ ഇരുന്നിരിക്കണം, പുറത്തേക്ക് ചാടരുത്. ചാടിയാൽ നല്ല കൃത്യമായ ഉറപ്പ് വേണം. ഇവിടെയാണ് സിറാത്തുൽ താരി. ഭൂമി ഒരു പൂരപ്പറമ്പ. അതുകൊണ്ട് സിറാത്തുൽ താരി കൈ ഓടിച്ചോ, കഴിഞ്ഞ് തന്നെ വേണം. ഭൂമി പറഞ്ഞാൽ ഒരു പൂരപ്പറമ്പ. അതുകൊണ്ട് മനസ്സിലായില്ല. തിരിച്ചെത്താവുന്നവരെ കൈ പിടിച്ചോ. തിരിച്ചെത്തിയൊരു സിറാത്തുൽ അലൈഹിമല്ല, സിറാത്തുൽ അൻഅംത അലൈഹിം. പാസ്റ്റ് ടെൻസാ, മാളിയാവില്ല. തിരിഞ്ഞോ ഇല്ല. സിറാത്തുൽ അലൈഹിം ഒരു പക്ഷേ ബൈ ചാൻസ് ചിലപ്പോൾ അവർക്ക് നിഅമത്ത് ചെയ്തേക്കും. അങ്ങനെയില്ല. സിറാത്തുൽ അൻഅംത അലൈഹിം അവർക്ക് നിഅമത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവരെ കൈ പിടിച്ചോ. ഏതെങ്കിലും കാലത്ത് അല്ലാഹു നിഅമത്ത് ചെയ്തേക്കും, ഒരേ കൈ പിടിക്കണ്ട. എന്തുകൊണ്ട്? അവരെ പറ്റി നമുക്കറിയില്ല. സിറാത്തുൽ അൻഅംത അലൈഹിം തിരിച്ചെത്താൻ ഉറപ്പുള്ളവരെ കൈ പിടിച്ചോ. മനസ്സിലായില്ല? എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞൊരു ഫലിതാണ്. എന്ത്? വൈകുന്നേരം ഒരു കൂട്ടർ അപ്പമാഷ കാണാൻ വേണ്ടി വന്നു. അങ്ങനെ ഒരു പല നേരം മണിക്കൂർ കണക്കിന് തിരഞ്ഞിട്ടും അപ്പമാഷ വീട് കണ്ടില്ല. അങ്ങനെ റോട്ടിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. ഒരു മനുഷ്യനോട് ചോദിക്കാനില്ല, നാടകം ഉറങ്ങിയിട്ടുണ്ട്. എത്രയോ നേരം നോക്കിയിട്ട് അപ്പമാഷ വീടുണ്ടില്ല. അപ്പോൾ ഒരാൾ റോട്ടിൽ നിൽക്കുന്നുണ്ടപ്പോൾ സന്തോഷമായി. നിശ്ചയം അപ്പമാഷ വീട് എവിടെ വെച്ചു? അപ്പോൾ പറഞ്ഞു, അപ്പമാഷ ഞാൻ തന്നെയാണ്, വീട് എനിക്കും തിരിയില്ല. കാരണം മൂപ്പർക്ക് വൈകുന്നേരമായാലേ മനസ്സിലായില്ല. ലേശം മോന്തണം. മോന്തി നോക്കുമ്പോൾ എന്തോ ഓർമ്മയില്ല. മനസ്സിലായില്ല? നട്ടപ്പാതിരക്ക് റോട്ടിൽ ഒരാളെ കണ്ടപ്പോൾ ഇവർക്ക് അപ്പമാഷ വീട് അന്വേഷിച്ച് വന്നതാ അപ്പമാഷ കാണാൻ. അപ്പോൾ ഒരാൾ റോട്ടിൽ ആര് കാണാൻ നട്ടപ്പാതിരക്ക് ഒരാളെ കിട്ടിയപ്പോൾ എനിക്ക് ആശ്വാസമായി. എന്ത്? ഒരാളെ കണ്ടല്ലോ ഈ നാട്ടുകാരനെ, നമുക്ക് അവരോട് ചോദിക്കാം. അപ്പമാഷ വീട് എവിടെ വെച്ചു? അപ്പമാഷ ഞാൻ തന്നെയാണ്, വൈകുന്നേരം മുതൽ ഞാനും തരികയാണ് എൻ്റെ വീട്. മനസ്സിലായില്ല? ആ ജാതിൻ്റെ കൂടെ കൂടിയിട്ട് കാര്യമില്ല. സിറാത്തുൽ അൻഅംത അലൈഹിം നല്ല ചിന്തിച്ചു നോക്കിക്കളി. ഞാനീ പറയുന്നത് ഒരു എന്തെങ്കിലും ദേഷ്യം പറയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന ഇന്നാലിന്നെ മൂല്യരെ ന്യായീകരിക്കലോ ഇന്നാലിന്നെ തങ്ങളെ ന്യായീകരിക്കലോ അല്ല നമ്മുടെ വിഷയം. നമ്മളുടെ തലമുറ നശിക്കാതിരിക്കലാണ്.
അവർ ചെയ്തത് ശരിയായിരിക്കും. എന്തുകൊണ്ട്? അവർക്ക് അക്കാലത്ത് ചെയ്യാവുന്നതിൻ്റെ പരിധിയിലാണ് അവർ ചെയ്തത്. പക്ഷേ അത് ഒരു കാര്യത്തിൽ അകപ്പെട്ടവർക്ക് ആ കാര്യത്തെ മനസ്സിലാക്കാൻ കഴിയില്ല, അതിൻ്റെ പൂർത്തിയിലേക്ക് പോകേണ്ടി വരും. അതവരെ കുറ്റമല്ല. പിന്നെ അവരൊക്കെ മനുഷ്യന്മാരായതുകൊണ്ട് അബദ്ധം സംഭവിക്കുകയും ചെയ്യും. ഫീക്കുല്യ കൗലിൻ മഖ്ബൂലുൻ വ മർദൂദുൻ, ഏതൊരു വാക്കിലും ശരിയും തെറ്റുണ്ടാവും. ഇല്ലാ ഖൗലു സാഹിബി ഹാദൽ ഖബർ, ഈ ഖബറിൽ കിടക്കുന്ന ആളെ വാക്കിൽ മാത്രം തെറ്റുണ്ടാവില്ല. ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു അത് അവിടെ നിന്ന് മാറ്റിയിട്ട് ഇപ്പം നമ്മൾ അഭിമുഖീകരിക്കുന്ന നമ്മളെ നേതാക്കന്മാർക്ക് തെറ്റേ പറ്റില്ല നമ്മൾ വിശ്വസിക്കുക. അതിനെന്താ കാരണം? അടുത്ത കാലത്ത് വന്നിട്ടുള്ള സ്വജനപക്ഷപാതം, സംഘടന എന്താ പറയുക, പക്ഷപാതം. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി, അതൊക്കെ 100% തെറ്റാ. ഇവര് മൂല്യർക്ക് തെറ്റ് പറ്റിയാലും ആ പ്രസ്ഥാനം ഇങ്ങനെ പൊളിയ, അത് മനുഷ്യത്തല്ലേ? അവര് നമ്മുടെ മുന്നിലുള്ള ഒരു ആലിമിന്, നല്ലൊരു ആലിമ്, വലിയ ആലിമ്, ആ വലിയ ആലിമിന്റെ ഒരു വീക്ഷണത്തിൽ അബദ്ധമാണ് എന്ന് ഒരു 40 കൊല്ലം കഴിഞ്ഞ് നമ്മൾ കണ്ടെത്തിയാൽ ആ മനുഷ്യ മോശക്കാരനാവില്ല. ആ കാലത്ത് അവർക്ക് ചെയ്യാം. അവർ ഇമാം ഷാഫിയൊന്നും അല്ലല്ലോ, അവർ ഇമാം ഷാഫിയോ ഇമാം അബൂ ഹനീഫയൊന്നും അല്ലല്ലോ. അവർക്ക് അക്കാലത്ത് ചെയ്യാവുന്നതിന് പരമാവധിയാണത്. അവർക്ക് പിഴച്ചാൽ പോലും അവർക്ക് ഗുണം കിട്ടുള്ളൂ. എന്തുകൊണ്ട്? സമുദായ നന്മ എന്ന് വിചാരിച്ചാണ് അവരത് ചെയ്തത്. പക്ഷെ ഇന്നത്തെ വസ്തുതയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അവർക്കൊരു പേച്ചലാണ്. എന്തുകൊണ്ട്? തസവുഫിന്റെ സമ്പൂർണമായ ഒരു ആഴത്തെ ഉൾക്കൊള്ളുന്ന മുഅല്ലിമീങ്ങൾ വഴി ദീനിനെ അനുഭവിപ്പിച്ച് കൊടുക്കാൻ കഴിയാത്ത കാലത്തോളം കുട്ടികൾക്ക് യൂറോപ്യൻ വിദ്യാഭ്യാസം കൊടുക്കുന്നത് അപകടം വരുത്തും. ഇതേ എൻ്റെ വാടുള്ളൂ. ഓരോരുത്തർ പറയാം, കാസിമി യൂറോപ്യൻ വിദ്യാഭ്യാസത്തെ എതിർത്തു. എന്താണ് നിങ്ങൾക്ക് എന്നെ എതിർക്കൽ? നിങ്ങളെ നേർച്ചയാണെങ്കിൽ നിങ്ങൾ എതിർത്തോളി. എൻ്റെ പ്രശ്നം അതല്ല. നമ്മൾ കാര്യത്തെ മനസ്സിലാക്കണം. എന്ത്? നിങ്ങൾ ചിന്തിക്കണം. ഒടിയനാകാൻ വേണ്ടി കാളയാകാൻ പഠിച്ചാൽ പോരാ, തിരിച്ച് മനുഷ്യനാകാനും പഠിക്കണം. മനസ്സിലായില്ല? ഒരാൾ എന്ത് പഠിച്ചു പറയണ്ടോ? ഒരാൾ എന്ത് പഠിച്ചു? വൈകുന്നേരമായാൽ ഒടിയനാകണം, കാളയാകണം, കാളയാകണം, എന്നിട്ട് ഓരോ പേരിൽ പഠിപ്പിക്കാം. നാട്ടപ്പാതർക്ക് കാളയാകാം. അങ്ങനെ ഒടിയന്മാർ ഉണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലേ? പറയടോ. പണ്ട് അങ്ങനെ കൂട്ടരുണ്ടായിരുന്നെന്ത്? ഒടിയന്മാർ. രാത്രി ആയാൽ അവർ ചില പ്രത്യേക വിദ്യ ഉപയോഗിച്ച്, പൈശാചിക വിദ്യ, ആ വിദ്യ ഉപയോഗിച്ചിട്ട് അവരെന്താവും? കാളയാവും, പൂച്ചയാവും, പാമ്പാവും, പഴുവും. ആയിക്കോട്ടെ, പക്ഷെ ആദ്യം എന്ത് പഠിക്കണം? ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കണത് മനുഷ്യനാകാനാ. പിന്നെയാണ് എന്ത് പഠിക്കുക? കാളയാൻ പഠിക്കുക. കാളയാകാൻ പഠിച്ചു, അപ്പോഴത്തിന് പിന്നെ സ്കൂളിൽ വന്നില്ല, പനി പിടിച്ചു, 5ാം പനി പിടിച്ചു. അങ്ങനെ മനസ്സിലായില്ലേ? ഇത് പഠിപ്പിക്കാൻ മാഷ് മരിച്ചു പോയി. പിന്നെ 5ാം പനി കഴിഞ്ഞപ്പോഴത്തിന് എന്തേ മാഷ് മരിച്ചു. അപ്പൊ അവന് പൂതിയാവും എന്ത്? മാഷ് പഠിച്ച വിദ്യ ഒന്ന് പരീക്ഷിക്കാൻ. ആയിക്കോട്ടെ, പരീക്ഷിച്ചു. ഇപ്പൊ നട്ടപ്പാതർക്ക് ആരായി? കള. ഇനി എന്തിനു കഴിയൂല? നീ തിരിച്ചു മനുഷ്യനാണല്ലോ. ഈ സമന്വയ വിദ്യാഭ്യാസം എന്നാണ് ഒരു ഒടിയനാണ്. മനസ്സിലായില്ലേ? യൂറോപ്പിൽ നിന്ന് വന്ന ഒരു ഒടിയനാണ് സമന്വയ വിദ്യാഭ്യാസം. അത് തിരിച്ച് നമുക്ക് മനുഷ്യനാകാൻ പഠിക്കണം. മനുഷ്യനാകാൻ പഠിപ്പിക്കുന്നവർ നമ്മളെ കൂട്ടത്തിൽ വേണം. അത് തസവുഫാണ്. أن تعبد الله كأنك تراه فإن لم تكن تراه فإنه يراك. هذا صوفا. ما الإحسان؟ قال أن تعبد الله كأنك تراه فإن لم تكن تراه فإنه يراك. പറഞ്ഞ മനസ്സിലായില്ല? വളരെ ചിന്തിക്കണം. ലോൺ ചിന്തിക്കുക. ഇത് തസവുഫ. തസവുഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്നൊരു പേര് പറഞ്ഞാൽ, ഇപ്പൊ ഫിഖ് എന്ന് പറയുമ്പോൾ ഫിഖ് എന്ന പേര് റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിലില്ലല്ലോ. പിന്നീട് കർമ്മശാസ്ത്രത്തെ പഠിപ്പിക്കുന്ന ഒരു സമൂഹ രീതിക്ക് ഫിഖ് എന്ന് പേര് വന്നു, അഖീദ പേര് വന്നു, തസവുഫ് എന്ന പേര് വന്നു. അതൊക്കെ ദീനാണ്. ദീനിന്റെ റൂഹ് എന്ന തസവുഫാണ്. എന്താണ് അതിന് റൂഹ് എന്ന് പറയാൻ? പഠിച്ചോനേ ഇല്ല എന്ന് പറയുന്ന യൂറോപ്പിലേക്ക് നീ പോകുന്നതിന് മുമ്പ് പടച്ചോനെ കണ്ട് ആരാധിക്കാൻ പഠിച്ചാൽ നീ എവിടുന്ന് നശിക്കൂല. അപ്പൊ നമ്മൾ ഇത് പഠിപ്പിക്കാൻ യോഗ്യരായ മുത്തസവിഫീങ്ങളായ, മുത്തഖീങ്ങളായ, സാഹിദീങ്ങളായ, സൂഫികളായ ഉലമാക്കൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ വേണം. അവരെ അനുഭവിപ്പിക്കണം. അത് പഠിക്കലുമല്ല. ഉമ്മേന്ന് കുട്ടി അനുഭവിച്ചതുപോലെ ഈ ആലിമിൽ നിന്ന് ദീൻ ആരനുഭവിക്കണം? പഠിപ്പിച്ച പോരെ മോനെ. കടലാസിലെ പുലിയല്ലേ പഠിപ്പ്? അത് പുല്ലൊന്നുമില്ലല്ലോ. ഈ അധ്യാപകരിൽ നിന്ന് മനസ്സിലായില്ലേ? മഹർഷിമാരിൽ നിന്ന്, പഴയകാല ഹിന്ദുക്കൾ ഉൾക്കൊണ്ടതുപോലെ, സൂഫികളായ സ്വാലിഹീങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളായ മുൻഗാമികൾ ഉൾക്കൊണ്ടതുപോലെ ഒരു ജനത എന്ത് ചെയ്യണം? ഉൾക്കൊള്ളണം. അങ്ങനത്തെ ആളുകൾ വേണം. അതിന് അവരൊക്കെ നാട് നീങ്ങിയ കാലത്താണ് നമ്മൾ ഈ പണി തുടങ്ങിയത്. ഒടിയനാകാൻ പഠിച്ച് ഇപ്പൊ തിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. സമന്വയ വിദ്യാഭ്യാസം എന്നാൽ ഒരു ഒടിയം പഠിപ്പാണ്. ഒടിയനാകും.
എല്ലാവരും ഉറങ്ങുമ്പോൾ നമുക്ക് കുടിയനാകാം, പക്ഷെ നേരം വിളിക്കുമ്പോൾ എന്താവണം മനസ്സിലാകണം. അത് പരിപടിച്ചതുമില്ല. തല കൊടുത്ത് ചിന്തിക്കും. എന്നിട്ട് പറയാണ് അയാൾ അതിനെതിരാണ് ഇതിനാണ്. ഇതൊക്കെ സത്യമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആദ്യ കുട്ടി പഠിപ്പിക്കുന്ന മോണ്ടിസോറിയാണ്. ആരാ മോണ്ടിസോറി? പൈശാചിനെ ആരാധിച്ചിരുന്ന ഒരു സ്ത്രീയുടെ പേരാണ് എന്ത്? മോണ്ടിസോറി. ആ സ്ത്രീയിൽ നിന്നാണ് ഈ വിജ്ഞാന രീതി ഉണ്ടായത്. അപ്പം നിങ്ങളെ കുട്ടിക്ക് ആദ്യം പഠിപ്പിച്ചത് ഒരു പൈശാചിക അടിത്തറയുള്ള വിദ്യാഭ്യാസത്തിൽ നിന്നാണ്. എന്താണെങ്കിലും എവിടുന്ന ഇത് വന്നത്? ഇത് കണ്ടുപിടിച്ചത് ആര്? സിദ്ദീഖുൽ അക്ബറാണോ? അല്ല. ആരാ പഠിപ്പിച്ചത്? ആരത്? സെയിൻറ്റ് തോമസ് ആണോ ഇത് കണ്ടുപിടിച്ചത്? അല്ല. വാൽമീകിയാണോ കണ്ടുപിടിച്ചത്? അല്ല. അവരൊക്കെ എന്താണ്? അവരൊക്കെ ആത്മജ്ഞാനങ്ങളുള്ള മനുഷ്യന്മാരാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഏത് മതത്തിലാണെങ്കിലും ഞാൻ പറഞ്ഞില്ല, സെയിൻറ്റ് പോൾ ആണെങ്കിലും എന്താ സെയിൻറ്റ് തോമസ് ആണെങ്കിലും, സെയിൻറ്റ് തോമസ് ഒക്കെ വലിയ ആളാ, ചെറിയ ആളൊന്നുമല്ല, വലിയ ആളാണ്. അവരാരാ? യേശുവിൻ്റെ ശിഷ്യനാണ്. ആര്? സെയിൻറ്റ് തോമസ് വലിയ മഹാനാണ്. നമുക്ക് സിദ്ദീഖുൽ അക്ബർ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാർ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഈസാ നബിയുടെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ 12 ആളുകളും. 12ാമത്തെ ആളെ ഒറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ ആളെ, അതിന് യോഗ്യനായ ഒരാളെ തിരഞ്ഞെടുത്തു. അതാണ് മത്തിയോസ്. യൂദാസിന് പകരം മത്തിയോസിനെടുത്തു. അപ്പോൾ എത്രയായി? 12 തന്നെ. ആ 12 എന്ന് പറഞ്ഞാൽ ആരാണ്? ലോകത്തിന് വെളിച്ചം കൊടുക്കാൻ പറഞ്ഞ യോഗ്യന്മാരാ. അവരിൽ നിന്ന് ലോകം പഠിക്കരുത്. അവരൊരു അക്കാദമിനെ തുടങ്ങല്ല, അവർ നടന്നു പോയ നാട്ടിലെല്ലാം മനുഷ്യന്മാരാണ്. അവർ പോയി അവർ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുകയാണോ ചെയ്ത്? അല്ല. അവർ പോയ നാടുകളിലൊക്കെ ജനങ്ങൾ ആരെ കണ്ടു? നബിയെ കണ്ടു. നബിയെ കണ്ടാൽ ആരെ കണ്ടു? ഒരാൾ എന്നെ കാണേണ്ടത് പോയാൽ കണ്ടാൽ അവൻ അള്ളാഹ് തന്നെയാണ് കണ്ടത്.